ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ അതുപോലെ തന്നെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് 2 സബോള ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില വേണം, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത്. പിന്നെ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഈ ഒരു കറിയിൽ ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഞാനൊരു 1/4 കപ്പ് അളവിൽ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ബദാം കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ട് മാത്രമായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മസാലയിൽ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എല്ലാം ഒന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന കാശ്മീരി ചിക്കൻ കറിയുടെ റെസിപ്പി നമ്മൾ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പിന്നെ നമ്മളിതിൽ പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ അതിനായിട്ട് തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരിന് 2 to 3 ടേബിൾ സ്പൂൺ വരെ നമുക്ക് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കുന്നത്. വലിയ പുളിയുള്ളത് ഇതിനകത്ത് ചേർക്കരുത്. അപ്പോൾ ഒരു 2 to 3 ടേബിൾ സ്പൂൺ തൈരും പിന്നെ നമ്മൾ നല്ല ഒരു റിച്ച്നെസ്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സിൻ്റെ ആ ഒരു തിക്നെസ്സും ഫ്രഷ് ക്രീമും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാനൊരു ഹാഫ് സൈസ് ലെമൺ ജ്യൂസും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ എരിവിനായിട്ട് നല്ല എരിവുള്ള പച്ചമുളകൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പറും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത് ഈ ഒരു മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി അതിന് ആ ഒരു ഫ്ലേവർ കൂടുതലായിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഈ ഒരു അളവൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കസൂരി മേത്തി ഇതിനകത്തേക്ക് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കസൂരി മേത്തി ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതിലത്തെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ കയ്യിലുണ്ടാവും. പിന്നെ നമ്മൾ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ഒരു ടീസ്പൂൺ അളവിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് ചിക്കൻ അതിലൊന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ഗ്രേവി തന്നെയാണ് കേട്ടോ, നമ്മൾ ഈ ഒരു മസാല തന്നെയാണ് ഗ്രേവിക്കായിട്ട് യൂസ് ചെയ്യണതും. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പും അതുപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു കഴുകി ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് 2 അവർ എങ്കിലും മൂടി വയ്ക്കുക. ഇനിയിപ്പം അത്ര പെട്ടെന്നൊക്കെ ചെയ്തിട്ടെടുക്കേണ്ട ഒരു സമയമാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിതിലേക്ക് സോക്ക് ചെയ്ത് വെക്കണത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പുളിയുടെ കുറവ് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ഹാഫ് സൈസും കൂടെ ലെമൺ ഒന്ന് അതിലേക്ക് സ്ക്വീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഗീയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഗ്രേവി മൊത്തത്തോടക്കനല്ലാതെ ചിക്കൻ പീസുകൾ മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അതുമ്മ പിടിച്ചിട്ടുണ്ടാവും നല്ലപോലെ. അപ്പോൾ ഈ ഒരു ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു വെള്ളമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങും. ബാക്കിയുള്ള ഗ്രേവി നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഇനി ഞാൻ എരിവിനായിട്ട് പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പച്ചമുളക് മുറിക്കാതെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
ഇനി ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ലോണം ലൂസായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു തിക്ക് ഗ്രേവി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. സവോളയൊക്കെ നന്നായിട്ട് അരച്ച ആ ഒരു പേസ്റ്റ് ആണല്ലോ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കുക്ക് ചെയ്തിട്ടെടുക്കണം. കാരണം ആ ഒരു പച്ച മസാലയുടെ റോസ്മെല്ലൊക്കെ പോയി കിട്ടുന്നവരെ തന്നെ നമ്മൾ നന്നായി തിളപ്പിച്ചിട്ടെടുക്കുക. അവസാനം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പം ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭംഗിയും കൂടിയാണ്, പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കറി എല്ലാത്തിലും നല്ലൊരു കോമ്പിനേഷനാണ്, നെയ്ച്ചോറിൽക്കാണെങ്കിലും പൊറോട്ടയിൽക്കാണെങ്കിലും. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാം. താങ്ക്